ആ ശേ, കുറെ നേരമായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. നല്ല ട്രാഫിക് ആയിരുന്നു കേട്ടോ. അത് പോട്ടെ, ഇതാണ് നമ്മുടെ മുറി. ആ അവിടെ ഒരു പുള്ളി ഉണ്ട്. ശരി. പുള്ളിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഒറ്റ മുറിയേ ഉള്ളൂ. ശരി. നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണം. എന്നാ സ്പെയർക്ക് ശരി. വാടകയൊക്കെ കൃത്യമായിരിക്കണം. പിന്നെ പോയിട്ട് കുറെ കാര്യങ്ങളുണ്ട്. എന്നാ പിന്നെ കാണാം. ശരി. ഹായ്. ആ ഹൗസ് ഓണർ പറഞ്ഞായിരുന്നു ഇന്ന് വരുമെന്ന്. നാട്ടിലെവിടെന്ന് പറഞ്ഞ? ഞാൻ തിരുവനന്തപുരത്താണ് കേട്ടോ. ഞാൻ കൊല്ലം. ഇവിടെ എന്തെങ്കിലും പണിക്കാണെന്നോ അല്ലെ വേറെ എന്തെങ്കിലും പരിപാടിയാ? ഞാൻ ജോലി അന്വേഷിച്ചാ. ഞാൻ യാത്രയൊക്കെ കഴിഞ്ഞ് വന്നല്ലേ, റെസ്റ്റ് എടുക്കും. പോയിട്ട് കാണാം. ശരി കേട്ടോ. ഓക്കെ എന്നാ. കിടക്കായിരുന്നാ? ഇല്ല, ഞാൻ കുറച്ച് കഴിയും. ഞാൻ മിക്കവാറും ഈ സമയത്തൊക്കെ എത്താറുള്ളൂ. അല്ല കഴിച്ചായിരുന്നോ? ഞാൻ കഴിച്ചു. എന്നാടെ ഉറന്നിടച്ചേ. ശരി. ഇവിടെ ഇതെന്തോ ഇതെന്റെ ബെഡാണ്. എനിക്കിത് വിശാലമായിട്ടൊക്കെ കിടക്കാനുള്ളതാണ്. ഇവിടെ താഴെ ഇറങ്ങി കിടന്നാണ്. എനിക്ക് ഓഫ് ചെയ്യാടാ. എണീക്കടാ, എണീക്കടാ. അവൻ്റെ ഒരു ഉറക്കം. അയ്യോ, ഏയ് തോന്നിയതായിരിക്കും. അല്ലടാ, ഇന്നലെ 2:30 അലാറം അടിച്ച് ഞാൻ നിന്നെ വന്ന് വിളിച്ചതാ. നീ കേട്ടില്ല. ഞാൻ വന്ന അലാറം ഓഫ് ചെയ്തു. അപ്പം നോക്കുമ്പോ നമ്മളെ വിളക്ക് ഇങ്ങനെ കത്തി നിൽക്കും. അപ്പം തന്നെ കാണുകയും ചെയ്യും. ഏയ് അത് സ്വപ്നമായിരിക്കും. അല്ല, നമുക്ക് നോക്കാം. അലാറം ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. നീ ഇത് കേട്ട് പേടിക്കണ്ട. ഇവിടെ വെച്ചേക്കാം. ഓക്കെ, ഗുഡ് നൈറ്റ്. അതെ, ഇന്ന് വേണമെങ്കിൽ നീ ഇവിടെ കിടന്നു കേട്ടാ. ഓ വേണ്ട. ഞാൻ അപ്പോഴേ പറഞ്ഞു ഇവിടെ എന്തോ ഉണ്ടെന്ന്. നീ കേട്ടില്ല. ആധാരം, വിളക്ക്, ഈ ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല. നോക്കിട്ട് പോരെ. നീ പോടാ പ്രാന്ത. നീ നിൽക്കേ ഇടക്കേ. ഗുഡ് ബൈ.
പറ്റിയത്. നിനക്കറിയാവോ, ഒരു കൊല്ലമായിട്ട് അവൻ വാടക തരുന്നില്ല. അവനെ പുറത്താക്കാൻ പല വഴിയും നോക്കിയാൻ പോയില്ല അവൻ. നിന്റെ ഐഡിയ കൊള്ളാം. ഇന്ന് എന്റെ ചെലവാ. അടി, ഇഷ്ടം പോലെ സാധനമുണ്ട്. അടി. സമയം ഒരുപാടായി. നീ പോയി കിടന്നോ. ഗുഡ് നൈറ്റ്. നീ കാരണം ഈ കട്ടിൽ എനിക്ക് സ്വന്തമായി, നീ വീട് കൂടെ സ്വന്തമാണ്.